സോ OpenCV പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ കോഡ് എഴുതുന്നത് VS കോഡിലാണ്, IDE ആയിട്ട് നമ്മൾ VS കോഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് OpenCV-Python ലൈബ്രറിയും ഇൻസ്റ്റാൾ ചെയ്യണം. ഈ 3 കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിളിൽ പോവുക, നമ്മൾ നമ്മൾ പൈത്തോൺ എന്ന് സെർച്ച് ചെയ്യുക. പൈത്തോണിൻ്റെ വെബ്സൈറ്റ് നമുക്കിവിടെ ഓപ്പൺ ആയി വരും, python.org. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പൈത്തോൺ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. സോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബട്ടൺ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പൈത്തോൺ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ രണ്ടാമതായി ചെയ്യേണ്ടത് നമ്മൾ VS കോഡ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക, VS കോഡ്. സോ ഇതിൽ ആദ്യം കാണുന്ന code.visualstudio.com ഇതും ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അതും ഡൗൺലോഡ് ചെയ്യുക. സോ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും, പൈത്തോൺ അതുപോലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇത് രണ്ടുമാണ് നമുക്ക് അടുത്തതായി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇത് നമുക്ക് വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മൾ പൈത്തോണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ യൂസ് അഡ്മിൻ പ്രിവിലേജ് അതുപോലെ ആഡ് പൈത്തോൺ ടു പാത്ത് എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് അടിച്ചതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. സോ രണ്ടും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ചെക്ക് ചെയ്യാം. സോ നമ്മൾ പൈത്തോൺ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൈത്തോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തോൺ ഇവിടെ കാണാൻ സാധിക്കും. പൈത്തോണും അതുപോലെ വിഷ്വൽ സ്റ്റുഡിയോയും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ ഓപ്പൺ ചെയ്യുക. VS കോഡ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ന്യൂ വിൻഡോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഈ രീതിയിൽ പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് തൽക്കാലം ഈ ഒരു റിലീസ് നോട്ട്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇതും നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡറിന് നമ്മൾ OpenCV ട്യൂട്ടോറിയൽ എന്ന് പേര് കൊടുക്കാം. ശേഷം ആ ഒരു ഫോൾഡർ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ VS കോഡിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക. സോ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ നമ്മുടെ VS കോഡിൽ ഓപ്പൺ ആയി ഇതുപോലെ വരുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം OpenCV എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്ക് തൽക്കാലം വെൽക്കം എന്ന് പറയുന്ന വിൻഡോയും ക്ലോസ് ചെയ്യാം. ശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു പ്ലസ് ബട്ടണിൽ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ന്യൂ ഫയൽ എന്ന് പറയുന്ന ഐക്കൺ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ main.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു പൈത്തോൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യുക, ഷോ ഓൾ കമാൻഡ്സ്, അല്ലെങ്കിൽ നമ്മൾ Ctrl+Shift+P നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ഇൻ്റർപ്രിറ്റർ എന്ന് കാണാൻ സാധിക്കും. സോ ഇതിൽ പൈത്തോൺ സെലക്ട് ചെയ്യുക. ശേഷം നമുക്കിവിടെ റെക്കമെൻഡഡ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തോൺ വേർഷൻ ഇവിടെ കാണാൻ സാധിക്കും. സോ അത് സെലക്ട് ചെയ്യുക. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ main.py വരിക. നമ്മളിവിടെ ഇമ്പോർട്ട് നമ്മുടെ OpenCV നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇമ്പോർട്ട് CV2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് OpenCV പാക്കേജ് ആണ്. ആസ് ഏലിയാസ് CV എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OpenCV ഉപയോഗിക്കേണ്ട അഥവാ CV2 ഉപയോഗിക്കേണ്ട സ്ഥലത്തേക്ക് നമുക്ക് CV എന്ന് കൊടുത്താൽ മതി. CV എന്ന് പറയുന്ന ഈ ഒരു ഏലിയാസ് കൊടുത്താൽ മതി. നമുക്കിവിടെ ഇപ്പോൾ ഒരു എറർ കാണാം, ഇമ്പോർട്ട് CV2 കുഡ് നോട്ട് ബി റിസോൾവ്ഡ് എന്ന്. കാരണം അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടെർമിനലിൽ പോവുക, ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിത് OpenCV-Python ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ടെർമിനലിൽ വന്നതിന് ശേഷം പിപ്പ് ഇൻസ്റ്റാൾ OpenCV-Python എന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാക്കേജ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം OpenCV ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. OpenCVയോട് കൂടെ നമ്മുടെ നമ്പയും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. OpenCVയുടെ കൂടെയുള്ള ഒരു പാക്കേജാണ് നമ്പ എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കിവിടെ വന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു എറർ പോയിട്ടുണ്ടായിരിക്കും. OpenCV-Python ബൈനറി എക്സ്റ്റൻഷൻ ലോഡർ എന്നിവിടെ കാണാൻ സാധിക്കും. CV2ൽ നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് കാണിച്ചിരുന്നത് ഒരു എറർ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു എറർ പോയിട്ടുണ്ടായിരിക്കും. അതിനർത്ഥം നമ്മൾ OpenCV സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തതെന്നാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ പാർട്ടെല്ലാം ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ OpenCV എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കാം.